അപ്പൊ ഇവൻ ബാക്കിത്തെ ഡോറിന്ന് ഇറങ്ങി ഈ ലുങ്കിയൊക്കെ കൊടുത്ത് മുണ്ടൊക്കെ എടുത്ത് സൂപ്പർ ഹീറോ കോസ്റ്റ്യൂമിൽ ഇങ്ങനെ അതിലേക്ക് ഇറങ്ങിപ്പോയി. അത് ഏതോ ഒരു വീഡിയോയിൽ അത് പതിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ക്യാപ്ഷൻ ആയിട്ട് വന്നിരിക്കുന്നത് കോവിഡിന്റെ ഇടയിൽ ഷൂട്ട് ചെയ്തു, അനധികൃതമായി ഷൂട്ട് ചെയ്തു, ടൊവിനോ തോമസ് തലയിൽ മുണ്ടിട്ട് ഓടിപ്പോകുന്ന ടൊവിനോ തോമസ്. ഞാനിങ്ങോട്ട് ക്രോസ് ചെയ്ത് പോയി, മീഡിയക്കാർ തൊട്ടടുത്തെത്തി. ഇപ്പൊ ബേസിൽ നിൽക്കുമ്പോഴത്തേക്ക് മീഡിയക്കാർ ഇവനെ കാണാതെ ഈ ലുക്കാരായിരുന്നു കറക്റ്റ് ഇത് ചെയ്ത്. നല്ല പരിപാടിയാണല്ലോ, ചെറിയ നാരിയൊക്കെ കൊടുത്ത് നര കൊടുത്തു എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഞാൻ കൊച്ചിലെ സ്കൂളിലൊക്കെ പോണ സമയത്ത് മാത്തുക്കുട്ടിയുടെ ഇതൊക്കെ ശനിയാഴ്ച വൈകുന്നേരം 3 മണി, പിന്നെ ഞായറാഴ്ച രാവിലെ 10 മണി. ഒരുപാട് ഓണമൊന്നും കൂടുതലുണ്ടിട്ടില്ല, ഒരു 2 or 3. ഇവൻ ട്രെഡ്മില്ലിൽ ഓടിക്കൊണ്ടിരിക്കുന്നു, ബാക്കിൽ മറ്റേ ബെഞ്ച് പ്രസ് ചെയ്യണ മറ്റേ ജിമ്മിലെ ബെഞ്ചില്ലേ, അതിൽ പിന്നെ ഭാര്യ കിടന്ന് ഉറങ്ങുന്നു. അവളെ കുത്തിപ്പൊക്കി കൂട്ടു വിളിച്ചുകൊണ്ടുപോയിട്ട്, അതായത് ആരെങ്കിലും വേണം പ്രേതം വന്നു കഴിഞ്ഞാൽ കൂടെ നിൽക്കാൻ. ഞാൻ വിചാരിച്ചത് നീ തിരിച്ചു വന്നിട്ട് നേരെ ഒരു പ്രേതം വന്നാലും എനിക്ക് പേടിയില്ലടാ, എന്റെ അച്ഛനൊരു പള്ളിയിലച്ഛനാണ് എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചത്. അച്ഛൻ പോലും പറയില്ലല്ലോ അങ്ങനെ. അച്ഛൻ പോലും പറയില്ല, അച്ഛനോടും ആദ്യം. സൂപ്പർമാൻ പുഷപ്പോ പെട്ടെന്ന് മറ്റേ ജഗതി പുഷപ്പോ ഇങ്ങനെയാവും. നമുക്കങ്ങ് വർത്താനം പറയാം. അതെ, എന്താന്ന് നോക്കാം. സുഹൃത്തുക്കൾക്ക് ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം. വർത്താനം പറയാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വർത്താനം പറഞ്ഞിരുന്നിട്ടേ ആ വർത്താനം ചിലപ്പോൾ നമ്മൾ മനസ്സോർന്നൊക്കെ സംസാരിച്ച് ഞാനങ്ങനെ എന്തെങ്കിലും പറയണേ നിർത്തിക്കണേ. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ബാക്കി പറയല്ലേ. എത്രയായി? 11 മനസ്സിലായല്ലോ, 10 മണിക്കാണ് നമ്മൾ പറഞ്ഞിരുന്നത് കേട്ടാ. ഞാൻ എന്ത് ചെയ്തെന്നാണ് ഈ പറയുന്നത്? ഞാൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു ഇവിടെ. മോശമായി പോയി. 10:10 അല്ലടാ നമ്മള് ഫുഡ് കഴിക്കാൻ കയറിയത്. ആ അടി നമുക്ക് അവിടെ വീട്ടിലാക്കാം. ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോ അവിടെ വന്ന് ഇന്റർവ്യൂ എടുക്കണോ? 10:30 ഫുഡ് കഴിച്ച് കഴിഞ്ഞായിരുന്നു. ഞാൻ 9:30 റെഡി ആയിട്ട് റൂമിലിരിക്കണ, ഇവരൊക്കെ വന്നു. എടാ അതെ, ഞാൻ ഇവര് വരുമ്പോഴത്തേക്ക് ഞാൻ റെഡി. നിനക്കെന്തിന്റെ കട? എടാ ഒന്നിനും ഞാൻ കുറച്ചുകൂടി മസിൽ കൂടുതലുള്ള സൂപ്പർ സ്റ്റാർ അല്ലേ, അതിന്റെ വിലയെങ്കിലും താഴെ വർക്കൗട്ട് ചെയ്താ ഉറങ്ങിയ. അത് ചോദിക്ക്. വർക്കൗട്ട് എന്റെ വാച്ചൊക്കെ എടുത്ത് കാണിച്ചല്ലേ നിനക്ക്. ഇനി ഞാൻ ചത്തെന്നാ പറയുന്നത് വാച്ച്. നീ ഉണ്ടോ ഇന്ന് എന്നാ വാച്ച് ചോദിച്ചത്. ഞാൻ ഉറങ്ങി 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 ഉറങ്ങി. അമ്മേ എത്ര നേരം ശപിക്കലടാ ശപിക്കലടാ ശപിക്കല്ലേ. എടുക്കാം. പഴയ കഥകൾ തുടങ്ങിയോ? സോറി, ഞാൻ പറഞ്ഞില്ലേ. ഓക്കെ ഓക്കെ കട്ട് കട്ട് ഒന്നും ഇത് ശരിക്കും തുടങ്ങുന്നതാണ്. ഇനിയാണ് ശരിക്കും തുടങ്ങുന്നത്. കണ്ട ഇവര് തമ്മിൽ ഭയങ്കര അടുപ്പാണെന്നൊക്കെ തോന്നും, പക്ഷെ ഒരിക്കലും തമ്മിൽ ചേരാത്ത 2 തല തെറിച്ചവന്മാർ. ഒരുത്തൻ കാട്ടുതീയാണെങ്കിൽ മറ്റവൻ കൊടുങ്കാറ്റ്. ബേസിൽ ജോസഫ് ആൻഡ് ടൊവിനോ തോമസ്. ആരും കൈയടിച്ചില്ല, ചമ്മിപ്പോയി. പ്രേക്ഷകരെ കൈയടിക്കുവേ. മറ്റേ ഇതിന്റെ അകത്തുള്ള പരിപാടിയാണെങ്കിൽ, ചാനലിന്റെ പരിപാടിയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ട്. കൈയടിക്കാൻ ആൾക്കാരോട് ക്ലാപ്സ് അതുപോലെ വിറ്റിന് ചിരിയും. എല്ലാവരും ഇതിലങ്ങനെ നനഞ്ഞ കുറെ വിറ്റുകളുണ്ടാവാനുള്ള സാധ്യതയുള്ള ഒരു ഇന്റർവ്യൂ ആണ് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് പ്രേക്ഷകരോട് പ്രത്യേക അഭ്യർത്ഥന, എന്ത് തരത്തിലുള്ള പരിപാടിയാണെങ്കിലും ക്ലാപ്സ് എന്ന് നമ്മൾ പറയുന്നതായിരിക്കും. നമ്മളപ്പോ ക്ലാപ്പ് ചെയ്യണം. മറ്റേ സ്മൈൽ എന്ന് പറഞ്ഞാൽ അവിടെ സ്മൈൽ ചെയ്യണം. അടിയിൽ എഴുതി കാണിക്കും. അതെ, അതിരടി. നമ്മുടെ പ്രോഗ്രാം തുടങ്ങണേക്കാൾ മുമ്പ് ചെറിയൊരു അടി നമ്മൾ തുടങ്ങിയുള്ളൂ. എന്താണ് ബേസിൽ വൈകിപ്പോയത്? ഞാൻ വൈകിയതൊന്നല്ല, ഇവനാണ് വൈകിയത്. ശരിക്കും ഞാൻ നേരത്തെ വന്നു, എന്റെ തൊട്ട് പുറകെ ടോവി വന്നു. പക്ഷെ ബേസിലിന് വെയിറ്റ് ചെയ്ത് നമ്മളിവിടെ. അയ്യോ, എന്നെ ആരും വിളിച്ചില്ല. ഞാൻ തൊട്ട് പുറകെ വന്നു എന്ന് പറഞ്ഞില്ലേ. ഞാൻ 1 മണിക്കൂർ മുമ്പ് റെഡി ആയിട്ട് മുകളിൽ ഇരുന്നതാ. അവിടെ ഇരുന്ന് മടുത്തിട്ട് ഞാൻ താഴ്ചക്ക് വന്നതാണ്. അതിപ്പോ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഗോതയൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് ബേസിൽ എന്ന് പറയുന്നത് ഒരു പുതുമുഖ സംവിധായകൻ, കുഞ്ഞിരാമായണം ഹിറ്റാക്കി എന്ന് പറയുന്ന ഒരു വെയിറ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ
ഒരു പുതിയ മാറ്റമുണ്ട്. പറഞ്ഞു വരുന്നത് അതാണ്, ആളാകെ അങ്ങ് മാറി. എന്തൊക്കെ മാറ്റം ടോവിക്ക് തോന്നുന്നു ശരിക്കും? ആ ഗോതയൊക്കെ ചെയ്യണ ആൾക്കാര് ഈ വണ്ണം എനിക്ക് കുറഞ്ഞ ടോവി മാത്രമേ മതി കാണുന്നുള്ളൂ. എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ബേസിലിന്ന് വണ്ണം കുറഞ്ഞൊക്കെ നമ്മള് ആൾക്കാർക്ക് പ്രത്യക്ഷത്തിൽ അറിയാൻ പറ്റുള്ളൂ. ഉള്ളിലെ മാറ്റം അങ്ങനെ അറിയണമെങ്കിൽ അത് എന്തായാലും നമുക്ക് എന്താ പറയാ അതിരടിയുടെ പരിപാടിയിൽ നിന്ന് തന്നെ തുടങ്ങാം. അതിരടിയെ കുറിച്ചിട്ട് ആദ്യം വന്ന ഒരു ടീസർ ഉണ്ടായിരുന്നു. ആ ടീസർ ഒരു മാസ് പരിപാടിയായിരുന്നു ശരിക്കും. അതിരടി നമ്മൾ ഇപ്പോൾ പോസ്റ്ററിൽ കാണുന്ന പോലെ അല്ലെങ്കിൽ ആ സിനിമയെ കുറിച്ച് വരുന്ന പ്രൊമോഷൻസിന്റെ സ്വഭാവം പോലെ തന്നെ ഒരു മാസ് എന്റർടൈൻമെന്റ് പരിപാടി തന്നെയാണ്. ആ ഈ ടീസർ കണ്ട അത് ഒരു പ്രൊമോഷന് വേണ്ടി മാത്രം ഷൂട്ട് ചെയ്തതാണ്. ആ ടീസർ ആദ്യം വന്ന ടീസർ അത് സിനിമയിലുള്ള ഒന്നും അല്ല, അത് ജസ്റ്റ് പ്രൊമോ എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ ഈ പറയുന്ന പോലെ കമേഴ്ഷ്യൽ എന്റർടൈനർ അങ്ങനത്തെ ഒരു സ്പേസ് തന്നെ കോളേജ് ഫൺ കോളേജ് പരിപാടി നമ്മൾ മാസ് ചെയ്യാൻ ഞങ്ങളെയാണ് വിളിക്കണേ. അല്ല, ഇതിൽ കാണുന്ന സമയത്ത് ടൊവിയുടെ മാസം നമ്മൾ മുമ്പ് പല പല സിനിമകളെ കണ്ടിട്ടുണ്ട്. ഇത് ടൊവി അത്യാവശ്യം മറ്റേ എന്താ പറയാ മാസ് എടുക്കാൻ പറ്റുന്ന കരുത്തുള്ള കഥാപാത്രമാണല്ലോ. ബേസില് കുപ്പിയൊക്കെ മറ്റേ പൊട്ടിച്ച് അടിക്കാൻ ഇറങ്ങുന്നു എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അതിന്റെ ഒരു മൂഡ് എന്തായിരുന്നു? സർപ്രൈസ് ഇവിടെ ബ്രേക്ക് ചെയ്തല്ലോ. ഞാൻ ചെവി പറഞ്ഞിട്ട് ബ്രേക്ക് ചെയ്യണം. കുപ്പിയൊന്നും പൊട്ടിക്കുന്നില്ല. അതാണോ സർപ്രൈസ്? കുപ്പിയൊന്നും പൊട്ടിക്കുന്നില്ല. അത് ടീച്ചറിന് മാത്രമേ ഉള്ളൂ. അവൻ പൊട്ടിക്കുന്നില്ലേ? എന്തായിരുന്നു പരിപാടി? അത് ടീച്ചറിലുള്ളതാണല്ലേ കുപ്പി പൊട്ടിക്കലോ? ടീച്ചറിൽ നമ്മള് ഞാൻ വിചാരിച്ചു പ്രോമോയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്ത കുപ്പിയൊന്നും പൊട്ടിക്കുന്നില്ല. പക്ഷെ മാസൊക്കെ ഉണ്ട്. തിയേറ്ററിൽ വരുമ്പോ നമ്മൾ ടോവിനെ പലതരത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു സംഗീതജ്ഞനായിട്ട് വീണയൊക്കെ പിടിച്ചു നിൽക്കുന്ന ഒരു ടോവിനെ കാണുന്നത്. എന്തൊരു ഐശ്വര്യമുള്ള മൂക്കം. ഐശ്വര്യം കുറച്ച് കൂടിപ്പോയെന്നുള്ളൂ. അത് ആ ലുക്കൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഒരു വില്ലന് പറ്റിയ ലുക്കൊന്നും അല്ല, അത് ഭയങ്കര കണ്ണട. അല്ല, അതിപ്പോ തീരുമാനിച്ചോ വില്ലൻ ടോവിയും ബേസി നായകനുമാണെന്ന്? ഓഫ് കോഴ്സ് അതങ്ങനെയാണ്. അങ്ങനെ തന്നെയാണ്. അയാളുടെ സാഹചര്യം കൊണ്ട് അങ്ങനെയൊന്നല്ല. വില്ലത്തരം എല്ലാരും കാണിക്കണമൊക്കെ ഉണ്ട്. അത് വിട്. ഈ ലുക്കാരായിരുന്നു കറക്റ്റ് ഇത് ചെയ്ത്. നല്ല പരിപാടിയാണല്ലോ. ചെറിയ നാരിയൊക്കെ കൊടുത്ത് ഈ നര കൊടുത്തു എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. വന്ന വഴി കെട്ടിപ്പിടിച്ച വഴി അതാ പറഞ്ഞേ. ഈ സിനിമയിലുള്ള അത്ര നര ഈ സിനിമ സമയത്ത് ഉണ്ടായിരുന്നു. അതുണ്ടായിരുന്നു. നര ഉള്ളത് തന്നെയാണ്. ഇതൊക്കെ തന്നെ അല്ല, ഇത് ഡൈ ചെയ്തേക്കണ. ഇത് ഓരോ സിനിമയുടെ ഡൈ ചെയ്താണ്. അത് കണ്ടല്ലറിയാം. ഭയങ്കര ഭയങ്കര കറുപ്പ്. അല്ല, എനിക്ക് അറിയാലോ, പ്രായം എനിക്ക് അറിയാലോ. ഞാൻ കൊച്ചിലെ സ്കൂളിലൊക്കെ പോണ സമയത്ത് മാത്തുക്കുട്ടിയുടെ ഇതൊക്കെ കേട്ടിട്ടാ, മറ്റേ റെഡ് എഫ് എമ്മിൽ അത് കേട്ടിട്ടപ്പോ കൊണ്ടുപോയി. ശനിയാഴ്ച വൈകുന്നേരം 3 മണി, പിന്നെ ഞായറാഴ്ച രാവിലെ 10 മണി. നീ ഒരുപാട് ഓണമൊന്നും കൂടുതലുണ്ടിട്ടില്ല. ഒരു 2 or 3 അല്ല, മാത്തുക്കുട്ടിയുടെ മടിയിലിരുന്ന സ്കൂൾ വാനി പോയത്. മാത്തുക്കുട്ടി ചേട്ടാ. അല്ല, സത്യം പറയട്ടെ, എനിക്കിഷ്ടം അറിയാക്ക് സെക്സിയാണ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. സോൾട്ട് ആൻഡ് പെപ്പർ. അതൊന്നും നരച്ചോട്ടെ, അതവിടെ ഉണ്ടായാൽ മതി. താടിമുടിയൊക്കെ അതാണ് ഒരു ആഗ്രഹം. അതവിടെ ഉണ്ടാവണേ ചാവുന്നവരെ. മുടി ഉണ്ടെങ്കിൽ ചാച്ചും ജരിച്ചും കെട്ടാം എന്ന് പറയണ പോലെ അത് ഉണ്ടാവണം. അത്രേ ഉള്ളൂ. എനിക്ക് അങ്ങനെ പാരമ്പര്യമായിട്ട് അങ്ങനെ വലിയ മുടിയുള്ള ആൾക്കാരല്ല. ആ തൈവഴിയിൽ ഏറ്റവും കൂടുതൽ മുടിയുള്ളത് ടൊവിക്കാ. തൈവഴിയില്ല, അപ്പൻ മുടി. അതായത് നരക്കുന്നത് കുഴപ്പമില്ല, അത് ഓക്കെയാണ്. ഓരോ ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് കറുപ്പിക്കാം എന്നുള്ള ഓപ്ഷനും കൂടെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് നരയൊക്കെ. അപ്പൊ ഇതങ്ങനെ ഒരു പടത്തിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് അപ്പൊ ആ പടത്തിനകത്ത് കറുപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോ ഇപ്പൊ വന്നിട്ട് കാര്യമായിട്ട് ഒരു 5 വയസ്സ് കുറഞ്ഞിട്ടില്ലേ ആ പോസ്റ്ററിൽ നോക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവൻ പോയി മറ്റേ എൽ ക്ലാസിക്കോയിലാ ജോയിൻ ചെയ്തത്. എൽ ക്ലാസിക്കോയിൽ മറ്റേ ചുമ്മാ 5ഒന്നുമല്ല. ഇതിലൊരു ക്യാരക്ടർ ഒരു 40 വയസ്സൊക്കെ 40 വയസ്സിന് മുകളിലുണ്ട്. 40 വയസ്സിന്റെ അങ്ങനെ ഉണ്ടാവും. എൽ ക്ലാസിക്കോയിൽ വീണ്ടും ഒരു 25, 26, 30 കാണുന്നവർ തീരുമാനിക്കട്ടെ. രസം അറിയോ? അല്ലല്ല, നീ എന്താ 30-ലേക്കൊക്കെ എത്തിയത്? 25, 30 സംശയത്തിലൊക്കെ പറയാം. സാധാരണ
ഒരാളെ നോക്കിയിട്ട് അവനൊരു 5 വയസ്സ് കുറവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൻ എന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുക. ഇതിപ്പോ പിന്നെ കുറപ്പിക്കുന്ന അല്ല ഒരു 10-15 വയസ്സ് കുറഞ്ഞിട്ടുണ്ട് അടുത്ത പടത്തിൽ. അല്ല ഇന്റർമീഡിയറ്റ് മറ്റേ ഉപവാസമൊക്കെ ചെയ്ത് അങ്ങനെ കഷ്ടപ്പെട്ട് കുറച്ചതാണ്. അല്ല അത് ആ സിനിമയിൽ പല പ്രായമുള്ള കാരണം കൊണ്ടാണ് നമുക്കങ്ങനെ, അല്ലാതെ ഒരു എന്താ പറയാ ഒരു ഫുൾ പടത്തിൽ 25 വയസ്സ് അല്ലെങ്കിൽ 16 വയസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അഭിനയിച്ച് അങ്ങനത്തെ അഹങ്കാരങ്ങളൊന്നും ഞാൻ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ബേസിലിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം ബേബി ഫേസ്, മീശയില്ലാത്തത്. അല്ല ശരിക്കും ഇതിന്റെ പേരെന്താണെന്നറിയോ? ട്രാൻസ്പ്ലാന്റ് മുടിയുന്നുണ്ട്, ട്രാൻസ്പ്ലാന്റ് മീശ ഞാൻ ആദ്യമായിട്ട് കൊറിയടാ. പണ്ടത്തെ പോലെ അല്ല, പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേം ഇറങ്ങിയ സമയത്ത് പിന്നെ ഓർമ്മയുണ്ട് നമ്മളൊരു ഇന്റർവ്യൂവിൽ ഇരുന്നിട്ട് ഇവൻ എന്തോ ഷേവ് ചെയ്യണ കാര്യം, ഷേവ് ചെയ്യണോ ചൂടുള്ള മുക്കി തുറച്ചാൽ ഇത് അവിടെ നിന്ന് ഇവിടെ വരെ എത്തി, വളർന്നു വളർച്ച. ഇതിനകത്ത് മസിലെ കാണിച്ചിട്ട് റിയയുടെ അടുത്ത് മറ്റേ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. മസില് ഫുൾ കൈ ആരാണ് മസിൽ കാണിക്കാൻ? മസിലുണ്ട് ഇന്ന് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. അതാ ഈ കാണുന്നത് ഇവന്റെ പകുതി കോൺഫിഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ജീവിതത്തിൽ എവിടെ തന്നെ. അല്ല നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്താ വെച്ചാൽ അതിനിടയില് നമുക്ക് ബേസിയുടെ ക്യാരക്ടർ കാണുന്ന സമയത്ത് ഭയങ്കര കൺവിൻസിങ് ആണ്. ശരിക്കും ആ കോളേജിൽ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്യാൻ വന്ന ഒരു പയ്യനായിട്ട് ബേസിനെ തോന്നുള്ളൂ. ബേസിനെ മറ്റേ നായകനാക്കുന്ന സമയത്ത് പല ആൾക്കാരും പറഞ്ഞേക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണോ അതിനൊക്കെ കറക്റ്റുള്ള സാധനം അതിരടിയിൽ നമുക്ക് കാണാൻ പറ്റും. കാരണം ഏത് പ്രായത്തിലേക്ക് വേണമെങ്കിലും നമുക്ക് അപ്പുറത്തേക്ക് ജഡ്ജി ആക്കാം, സ്റ്റുഡന്റ് ആക്കാം. ധനുഷ്, അമീർ ഖാൻ, 3 Idiots. കഴിഞ്ഞു. ഒരുപാട് പ്രതീക്ഷ വെക്കരുത്. അയ്യോ സോറി, ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. ഇപ്പൊ ബേസിൽ ഒരു ഡയറക്ടർ കൂടിയാണല്ലോ, അപ്പൊ സ്വന്തം ഒരു വിഷ്വലൊക്കെ കാണുന്ന സമയത്ത് ഒരു ഫസ്റ്റ് ഇയർ പയ്യനായിട്ടൊക്കെ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ സിനിമ വരുമ്പോൾ തീരുമാനിക്കട്ടെ, അങ്ങനെ കാണുന്ന സമയത്ത് അങ്ങനെ കാണുന്ന സമയത്ത് ഭയങ്കര കൺവിൻസിങ് ആണല്ലോ ദൈവം. അങ്ങനെ തോന്നിയോ? കൺവിൻസിങ് സ്റ്റാർ അങ്ങനെ തോന്നി. ആദ്യം കുറച്ചേരം ചിരിച്ചു, എന്നിട്ടോ ഞാൻ കൺവിൻസിങ് ആണ് സമാധാനിച്ചു. ഇല്ല, ഫസ്റ്റ് ഡേ ഈ പറഞ്ഞ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് ലുക്കിൽ വന്നിങ്ങനെ നിന്ന് എല്ലാവരുടെ ലുക്ക് ടെസ്റ്റ് നടത്തുന്ന ദിവസം ആ ലുക്കൊക്കെ സെറ്റ് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങിയപ്പോ എല്ലാരും ഇങ്ങനെ ബാഗൊക്കെ ഇട്ട്, കുറെ കാലത്തിന് ശേഷമാണല്ലോ അങ്ങനെ മറ്റേ ബാഗൊക്കെ ഇടുന്നത്, 2 വള്ളിയുള്ള ബാഗൊക്കെ ഇട്ട് പുറത്തോട്ട് അങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും എല്ലാരും ഇങ്ങനെ നോക്കണ കണ്ടപ്പോ തന്നെ ഓക്കെ ആളിയാ സെറ്റ്. പിന്നെ അവിടെ നിന്ന് അതീ പിടിച്ചങ്ങ് കയറിയായിരുന്നു. 40 വയസ്സുള്ള ട്രാൻസ്ഫോർമേഷൻ, ബോഡി ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യമല്ല, ഇവന്റെ സംസാരത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ ഞാൻ കണ്ടിട്ടുള്ളത്. പണ്ട് ഇവൻ ക്യാരക്ടർ റോൾസ് ഒക്കെ ചെയ്തിട്ട് നല്ല ക്യാരക്ടർ റോൾസ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് നിൽക്കുന്ന സമയത്ത് ഇവൻ എൻ്റെ അടുത്ത് അജു വർഗീസിനെ ഞാൻ ഫീൽഡ് ഔട്ട് ആക്കൂടാ എന്ന് പറഞ്ഞിട്ടാണ്. കോമ്പറ്റീഷൻ അവിടെയായിരുന്നു. മെലിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് അയച്ചേക്കണ ഞാനും നസ്ലിനും ഒക്കെ എന്താണെന്തോ അടുത്ത് വരാൻ ഇനി ഡങ്കലിനെ മാതിരിയുള്ള ഒരു വരവുണ്ടാവും. ഡങ്കല ഡങ്കല് മറ്റേ അമീർ ഖാൻ വരുന്നില്ല 6 pack. അങ്ങനെ അല്ല, ഇവരുമായിട്ട് എനിക്ക് കോമ്പീറ്റ് ചെയ്യാൻ താല്പര്യം. ഡേറ്റ് ഇഷ്യൂ കാരണം കൊണ്ടാ ചിദംബരത്തിന്റെ ബാലനിൽ അഭിനയിക്കായിരുന്നു. 6 വയസ്സുള്ള കുട്ടി ആലോചിക്കല്ലേ, ഏതാണ്ട് സമപ്രായക്കാരായുള്ള ആൾക്കാർ, ഒരാള് 40 വയസ്സുള്ള കഥാപാത്രം, ഒരാള് 19 വയസ്സുള്ള കഥാപാത്രം, അതിരടി 21 വയസ്സുള്ള കഥാപാത്രം. ഭയങ്കര രണ്ടും. നിങ്ങൾ ഈ ഇവൻ ചെറുപ്പമായതിനെ പറ്റിയിട്ട് ഭയങ്കര വാദോരത സംസാരിക്കുമ്പോൾ ഞാൻ പ്രായം കൂട്ടി അഭിനയിച്ചതിനെ പറ്റി നിങ്ങൾ എന്തുകൊണ്ട് സംസാരിക്കുന്നു? ഇതൊന്ന് പറയുമ്പോ മറ്റത് കിട്ടും നമുക്ക് അറിയാലോ. ഇത് അങ്ങനെയാണല്ലോ, 2 പുറമാണല്ലോ. അല്ല, ഇത്രയും ഇന്റർവ്യൂ എടുത്തിട്ട് എല്ലാവരും ബേസിലുള്ള പ്രായത്തിനേക്കാളും കുറച്ച് അഭിനയിച്ചേക്കണം. അത് ഭയങ്കര അങ്ങനെയാണ്. ശരി, നമുക്ക് കുറച്ചു നേരം ടോവിയുടെ കൂടിയ പ്രായത്തിനെ കുറിച്ച് സംസാരിക്കാം. അല്ല അങ്ങനെ വേണ്ട, വളരെ കൺവിൻസിംഗ് ആയിട്ട് കൂടിയ പ്രായമുള്ള ഭയങ്കര രസമായിട്ട് സ്ക്രീനിൽ വരുമ്പോ തന്നെ അതെ ഇത്ര ചെറിയ പ്രായത്തിലും ഒരു 40 വയസ്സുകാരനായിട്ട് അഭിനയിക്കാനുള്ള പഠിക്കണ പറ്റിയ വല്ല ആവശ്യമുണ്ടോ? അതവിടെ എൻഡ് ഓഫ് കോൺവെർസേഷൻ ആയിരുന്നത്. മനസ്സിന്റെ പ്രായം നന്നായിട്ട് പടത്തില് റിവീൽ ചെയ്തു. അതിന്റെ ഒരു ഈ പടത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ അതിരടിയുടെ ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്ന് ട്രെയിലറിന്റെ താഴെ ഒരു തന്നെ കമന്റ് ഉണ്ടായിരുന്നു. കാരണം ഇവന്മാര് ഇപ്പൊ വിനീതേട്ടനെയും ബേസിലിനെയും ടൊവിനെയും വെച്ചിട്ടായിരുന്നല്ലോ വന്നായിരുന്നത്. അപ്പൊ ഇവന്മാര് 3 പേരും കൂടെ കൂടി കഴിഞ്ഞാൽ സെറ്റിൽ തന്നെ നല്ല ഓളായിരിക്കും എന്ന് പറയുന്ന ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു. ഇത് തന്നെയായിരുന്നു സെറ്റിൽ ഉണ്ടായിരുന്നത്. സെറ്റിൽ അങ്ങനെ ഒരുപാട് കോമ്പിനേഷൻസ് ഇല്ല ആക്ച്വലി.
ഇവനും വിനീതേട്ടനുള്ളപ്പോ ഞാൻ കൂടുതൽ ഉണ്ടാവാറില്ല, ഞാനും വിനീതേട്ടനുള്ളപ്പോ ഇവൻ ഉണ്ടാവാറില്ല. ഞങ്ങൾ ഒരുമിച്ചുള്ളത് കുറച്ച് 3 ദിവസം അത്രേ ഉള്ളൂ. പൈസ ഉള്ളപ്പോ പൈസ ഉണ്ടാവില്ല, പൈസ ഉള്ളപ്പോ സ്കൂൾ ഉണ്ടാവില്ല. അതാ അത് കാരണം ആ ഒരു 2-3 ദിവസത്തെ അങ്ങനത്തെ മൊമെന്റ്സ് ഉള്ളൂ. പക്ഷെ പൊതുവെ ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും പച്ച പിടിച്ചു നിൽക്കുന്ന അതെ വിനീതേട്ടൻ ഇല്ലാത്തപ്പോഴും അവിടെ ഒരു കസേര വിനീതേട്ടന് വേണ്ടി മാറ്റിണ്ടായിരുന്നു. ഒരു 3 കസേര ഇട്ടേക്കും. പുള്ളിയുടെ ഒരു ചെരുപ്പും ഒരു മാല. അല്ല ഞങ്ങൾ അതിങ്ങനെ തൊട്ട് ബന്ധിച്ച് ഗുരുപൂജ. അല്ല പക്ഷെ ആ രസമായിരുന്നു, ഉള്ള ദിവസങ്ങളൊക്കെ രസമായിരുന്നു. ഇനിയിപ്പോ ഇവനില്ലാത്ത ദിവസങ്ങളാണെങ്കിൽ ഞങ്ങൾക്ക് രസത്തിനൊരു കുറവുണ്ടായിരുന്നില്ല. ഇവനില്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾക്ക് രസത്തിന് അത് ഞാൻ പിന്നെ പറയണ്ടല്ലോ, അത് അണ്ടർസ്റ്റുഡ് ആണെന്നൊക്കെ. അതെ പക്ഷെ ഫണ്ണായിരുന്നു ആക്ച്വലി. പക്ഷെ വേറെ കാര്യം വെച്ചാൽ ഇവനുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ രസമാണ്. എന്തെങ്കിലും മണ്ടത്തരമൊക്കെ കാണിച്ച് ഞങ്ങളൊക്കെ കണ്ട് ചിരിച്ച് അങ്ങനെയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എപ്പോഴേ ബേസിലിന്റെ ക്യാരക്ടറിനെ കുറിച്ചിട്ട്, അതായത് ബേസിലിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അതിരടിയിലെ ക്യാരക്ടറിനെ കുറിച്ചിട്ടല്ല അവരോട് പറഞ്ഞത്, ബേസിലിന്റെ പുറത്തുള്ള ക്യാരക്ടറെ കുറിച്ചിട്ട് ആൾക്കാർ അതിനൊക്കെ ചർച്ച ചെയ്യണോ? ഇപ്പൊ നാട്ടുകാർക്കുള്ള സ്നേഹമൊക്കെ അതായത് ഇവൻ ആണോ, അതായത് പുറത്തുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വർത്താനം പറയും, ഇങ്ങനെ ചിരിക്കുക, ഇങ്ങനെ കളിച്ചിറക്കം ചെയ്യുന്ന ഒരുത്തരാണോ ഇപ്പൊ മിന്നൽ മുരളി പോലെ ഒരുത്തർ സിനിമ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ബേസിലിനെ കാണുന്ന സമയത്ത് ഞാൻ ബേസിലിനെ ഏറ്റവും ആദ്യമായിട്ട് കണ്ടത് കുഞ്ഞിരാമായണത്തിന്റെ സെറ്റിൽ വെച്ചിട്ടാണ്. അല്ല അതിന് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്, മുടി വെട്ടാൻ വന്നു കഴിഞ്ഞപ്പോഴേ അത് കുഞ്ഞിരാമായണത്തിന്റെ ശരിക്കും മുടി വെട്ടാൻ വേണ്ടിട്ട് വന്നു കഴിഞ്ഞപ്പോ മുടി വെട്ടുണ്ടായിരുന്നോ? ഞാൻ ബാർബറായിട്ട് നിൽക്കുന്ന സമയത്തല്ല, അല്ല അതൊരു നല്ല തൊഴിലാണ്. അല്ല അതിന് ശേഷം നല്ലന്ന് പറഞ്ഞ അതല്ല ഞാൻ പറഞ്ഞൊരു ഗിൽറ്റ് പോലെ. അല്ല ഞാൻ പറഞ്ഞ ആ മുടി വെട്ടല്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒന്നുകൂടി മറ്റേ ബോർഡ് വെച്ചത് താഴെ എഴുതി വെച്ചതാ, നാളെ എന്നെ കൊണ്ട് വയ്യളെ എന്റെ മറ്റേ ഞാൻ മുടി വെട്ടാൻ പോകുന്നത് എന്നെ കൂടെ പഠിപ്പിച്ച ജമാൽ എന്ന് പറഞ്ഞ ഒരുത്തന്റെ അടുത്താ. ഇനി നാളെ ഞാൻ അവിടെ ചെട്ട വരുമ്പോ അവൻ എന്റെ ചെവി വെട്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ. ഒരു വെള്ളി ഞങ്ങൾ വിട്ടുകളഞ്ഞ ചേട്ടാ ചെട്ടാൻ വരുമ്പോ വിട്ടുകളഞ്ഞു. പക്ഷെ കുഴപ്പമില്ല, കണ്ടിന്യൂ. ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഇനി നാളെ ഞാൻ അവിടെ ചെട്ട വരുമ്പോ അവൻ എന്റെ ചെവി വെട്ടിയിട്ട് ഏതെങ്കിലും ഒരു വെള്ളി വന്നു കഴിഞ്ഞാൽ ഞാനത് വിട്ട് കോമന്റ് സെറ്റ് ചെയ്യുന്നു. ഓക്കെ ഒരെണ്ണം നമ്മൾ ഒരെണ്ണം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് കുഞ്ഞിരാമായണത്തിന്റെ തൊട്ട് മുമ്പ് ഷൂട്ട് തുടങ്ങണേക്കാളും തൊട്ട് മുമ്പ് എല്ലാവരും കൂടെ കൂടിയിട്ട് കാക്കനാടുള്ള ഒരു സ്ഥലത്ത് വന്ന സമയത്തും എല്ലാവരും ഉണ്ട്, ഫുൾ DOP ഉണ്ട്, ബേസി ഉണ്ട്, എല്ലാവരും ഉണ്ട്. കൂടിയിട്ട് വന്ന സമയത്താണ് ബേസിൽ അന്ന് ഒരു ഫോട്ടോ കൊണ്ട് വന്നത്. എനിക്കത് ആരുടെയാന്ന് ഓർമ്മയില്ല. ഒരു ഫോട്ടോ കൊണ്ട് കാണിച്ചിട്ട് എനിക്ക് ഇതേപോലെ വെട്ടിത്തരണം എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോ വന്നപ്പോ ഉള്ള പോലെ അവന്റെ തന്നെ ഫോട്ടോ കാണിച്ചത്. പുറത്തുള്ള എനിക്ക് ആ താരത്തിന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, ബേസിക്ക് അറിയായിരുന്നു. അപ്പൊ ഷൂട്ട് തുടങ്ങാൻ പോവാണ്. അപ്പൊ അതിനു മുമ്പ് എല്ലാവരും കൂടെ കൂടി വൃത്തിയാവുന്നതെന്ന് പറഞ്ഞിട്ട് ബേസിൽ ലൊക്കേഷന്റെ ഫോട്ടോയൊക്കെ വരൂലേ, അപ്പൊ അത് അടിപൊളിയായിട്ട് പോകണല്ലോ. അപ്പൊ ബേസിയുടെ ഉള്ളിൽ ഏതോ ഒരു താരമുണ്ട്, എനിക്ക് അന്ന് അറിയാൻ പാടില്ലാത്ത ഏതോ ഒരു ഇംഗ്ലീഷ് താരമുണ്ട്. ആ ഇംഗ്ലീഷ് താരത്തിന്റെ ഫോട്ടോ കൊണ്ട് വന്നിട്ട് കാക്കനാടുള്ളൊരു ഞാനിപ്പോ ഇവിടെ മുടി വെട്ടാൻ ഇരിക്കുക, ഇവര് ഫുൾ ടീമായിട്ട് വന്നിട്ട് എനിക്ക് ഇതേപോലെ വെട്ടിത്തരണം. അപ്പൊ ഞാൻ ചോദിച്ചാൽ ഇനിയിപ്പോ വേറെ പുതിയ സ്റ്റൈൽ വല്ലതും ആണെങ്കിൽ നമുക്ക് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോ പതിച്ചിട്ടുള്ളൊരു വെട്ട അതെനിക്ക് ഓർമ്മയുണ്ട്. ഇവനൊരു ഈ അടക്കാലം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ നോക്കുമ്പോ ഏതാണ്ട് ഇതേപോലെ തന്നെയാണല്ലോ ഇരിക്കുന്നത്. എന്നിട്ട് ഈ പൊങ്ങി നിൽക്കുന്ന 4 മുടി വെട്ടി നോക്കി കഴിഞ്ഞാൽ വേറെ മാറ്റങ്ങളൊന്നും ഇല്ലാതെ തിരിച്ചുപോയി. താങ്ക് യു. അപ്പൊ അന്ന് മുതലേ ബേസിയുടെ ഒരു ഭയങ്കര ഫണ്ണാണ്, ഭയങ്കര എനർജിയാണ്. ആ ബേസിൽ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നു. ഇപ്പൊ പൊന്മാനെ കാണുന്ന സമയത്ത് പറയുന്ന ഡയലോഗ് കാണുമ്പോൾ എനിക്ക് ഉൾപ്പെടെ, അതായത് നമ്മളുടെ ഗുണം എന്താണെന്ന് അറിയാവടാ എന്ന് ചോദിച്ചിട്ട് പറയുന്ന ഡയലോഗ് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഞാനൊരു 1000 ആളായിട്ട് കൈയടിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഒരുവിധം അങ്ങനെ പാടുപെട്ട് വളർന്നു വന്ന എല്ലാവരുടെ ഉള്ളിലും ആ ഫയർ കത്തിച്ച ഡയലോഗാണത്. അത്രയും സ്ട്രോങ് ആയിട്ട് നമ്മൾ ഈ ചിരിക്കുന്നതും കളിക്കുന്നതും തമാശ കളിക്കുന്നതും മാത്രമല്ലേ കൂടുതൽ ആൾക്കാർ കാണുന്നുള്ളൂ. നമ്മൾ വെറുതെ ഇങ്ങനെ പുറത്തു പോയിട്ട് ഇപ്പൊ ഈ പൊന്മാനിലെ പോലത്തെ സിറ്റുവേഷൻസിലല്ലേ അത് പറയണ്ടല്ലോ. പൊന്മാനിലെ പോലത്തെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇവൻ അങ്ങനെ തന്നെയായിരിക്കും പെരുമാറുന്നത്. ടൊവിയുടെ ഒരു കീബോർഡ് വായിക്കുന്ന വീഡിയോ കണ്ടിട്ട് പല ആൾക്കാരും ഞെട്ടി തോന്നിക്കാറുണ്ട്. ഒരു മറ്റേ ഗ്രാൻഡ് പിയാനോ അല്ലേ അത് ഞാൻ തൊലിക്കെട്ടി ടെസ്റ്റ് ചെയ്താ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതല്ലേ അത് ഇവന്റെ ബർത്ത്ഡേ വിഷന് ഞാനത് ആ സൗണ്ട് കഷ്ടപ്പെട്ടിരുന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് ഓഡിയോ ആയിട്ടിട്ടായിരുന്നു. കണ്ടായിരുന്നു? ഇതേപോലൊരു ശ്രദ്ധിച്ചില്ല. ഇവന്റെ ബർത്ത്ഡേക്കാണല്ലേ കറക്റ്റ് എല്ലാവരും പണിയെടുക്കുന്നത്.
ഇവന്റെ ബർത്ത്ഡേക്ക് എന്റെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ വിട്ടു. പൊതുവെ എന്റെ ബർത്ത്ഡേക്കാണ് വലിയ ആക്ടറൊക്കെ കാരണം കൊണ്ട് ഞാനത് വിട്ടില്ലെന്നുള്ളൂ. പണ്ട് സംവിധായകനും അജു വർഗീസ് ലൈനിലാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല, നായകനായതുകൊണ്ടും. അതവൻ ശരിക്കും പറഞ്ഞേട്ടാ, തമാശ പറഞ്ഞല്ല. അല്ല, ഇവൻ തമാശയായിട്ട് പറഞ്ഞോന്നറിയില്ല, ഞാൻ തമാശയായിട്ട് പറഞ്ഞില്ല, ഇവൻ ശരിക്കും എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അജു വർഗീസിനൊക്കെ ഫീൽഡ് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന ആള് പെട്ടെന്ന് തലമറന്ന് എണ്ണ വയ്ക്കുന്നു. അതിന്റെ നസ്ലിന്റെ എതിരാളി അല്ല, ഇതിന്റെ കാര്യം എനിക്ക് തോന്നുന്ന കാര്യം ടൊവിനെ എനിക്ക് അറിയാവുന്ന കാലം മുതൽക്കേ ടൊവി സ്റ്റാർ ആവണം എന്ന് ഉറപ്പിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ ബേസിക് ഘട്ടം ഘട്ടമായിട്ടുള്ള മറ്റേ തീരുമാനങ്ങളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു സമയത്ത് കറക്റ്റ്, അതായത് എന്താണോ പ്ലാൻ അത് സംവിധാനം എന്നുള്ളതായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ ചെറിയ വേഷങ്ങൾ. ആ സമയത്ത് ഞാൻ ബേസിലിനെ കാണുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ഏതൊരു പടം കണ്ടു കഴിഞ്ഞിട്ട് ലുലുന്ന് നേരെ വീട്ടിലേക്ക് പോകുമ്പോൾ സിനിമയിൽ അഭിനയിക്കണോ ഡയറക്റ്റ് ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷൻ ഉള്ള സമയം. ആ സമയത്ത് നമ്മുടെ അടുത്ത് പറഞ്ഞ മറ്റേ നാട്ടുകാർക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ല, നീ എന്തെല്ലാം കാണിക്കുന്നു. ഇല്ല, പോത്തേട്ടനൊക്കെ അഭിനയിക്കുന്നുണ്ടല്ലോ, അന്ന് പോത്തേട്ടനായിരുന്നു റോൾ മോഡൽ എനിക്ക് തോന്നുന്നു. അല്ല, അന്ന് വിനീതേട്ടനും അഭിനയിക്കുന്നുണ്ടല്ലോ. അതിന്റെ അടുത്ത് പറഞ്ഞ നായകനാണല്ലോ. ഓ അങ്ങനെ ക്യാരക്ടർ റോൾസ് ആ ടൈംസ്. അതായത് എനിക്ക് തോന്നണേ ആ സമയം എന്ന് പറയുന്ന ഒരു 6 വർഷമൊക്കെ മുമ്പായിരിക്കും, 6-7 വർഷമൊക്കെ മുമ്പായിരിക്കും. ഈ കെട്ടിയോളാണ് എന്റെ മാലാക അങ്ങനത്തെ. അതെ, ആ ടൈമിലേക്ക് ആയിരിക്കും. പോത്തേട്ടനായിരുന്നു കറക്റ്റ് ബേസിലിന്റെ ഒരു എനിക്കറിയാവുന്ന ആ സമയത്തുള്ള ഒരു റോൾ മോഡൽ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നസ്ലിൻ. ഇപ്പൊ ആരാ പറ? വലുതാവുമ്പോ എന്റെ ഒക്കെ പോലാവണം. ഇവനെയൊക്കെ ഞാൻ ഇച്ചിരി മുമ്പേ വിട്ടായിരുന്നു. ഒരു കാരണവശാലും നടക്കൂലെന്ന് മനസ്സിലാവുന്ന വർക്കൗട്ട് ചെയ്യാനായിട്ട് ടൊവി ബേസിൽ കൊണ്ടുപോകാറുണ്ടോ, അതോ ബേസിൽ വന്ന് ടൊവിനെ വിളിക്കും, എങ്ങനെയാണ് എന്റെ പരിപാടി? അത് 1-2 ഇന്റർവ്യൂല് പറഞ്ഞു, അല്ലെങ്കിൽ അതൊക്കെ പറയായിരുന്നു. ഞങ്ങളെ ഡിയർ ഫ്രണ്ടിന്റെ ഷൂട്ടിന്റെ സമയത്താണ് ഇവന് വർക്കൗട്ടിൽ ഹരം പിടിക്കണത്. എന്റെ ട്രെയിനർ അസ്കർ ഭായി, ഞങ്ങള് വർക്കൗട്ട് ചെയ്യപ്പോ ഇവിടെ ഇല്ല ഇത് കേൾക്കാൻ അസ്കർ ഭായി ഇല്ലാതായി പോയത്. അടുത്ത മാല അല്ല, പുറത്തുണ്ട്. വിനീതേട്ടന് മറ്റേ ചെരുപ്പും മറ്റേ മാല അടിപ്പിച്ച് വെച്ചിട്ട് അടുത്ത മാല കൊടുക്കും, ഒരു മൊട്ട മാല. അപ്പൊ ഞങ്ങളെന്ന് വെച്ചാൽ ഇവനെന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കര വർക്കൗട്ടിന്റെ ഹരമൊന്നും ഇവന് പിടിക്കില്ല എന്നുള്ള പ്രതീക്ഷയിലാണല്ലോ നമ്മൾ. ഇവന് ചെയ്യണം വർക്കൗട്ട്, നല്ലതാ, ഇത് ഹെൽത്തിയാണ്, ഡിസിപ്ലിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു കൂട്ടിന് വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, അസ്കർ ഭായി ഉണ്ട്, അർജുൻ രാധാകൃഷ്ണൻ, സഞ്ജന, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇവനും വരും. ഇവന് ഓട്ടം ഒക്കെ ഉള്ളതാ മുമ്പ് തൊട്ട്. അപ്പൊ ട്രെഡ്മില്ലിൽ കുറച്ച് പേരോടും അത് കഴിഞ്ഞിട്ട് അസ്കർ ഭായിയുടെ അടുത്ത് പുഷപ്പ് എങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് സൂപ്പർമാൻ പുഷപ്പ് അപ്പൊ അങ്ങനെ സൂപ്പർ പുഷപ്പ് എടുത്തിട്ട് ചാടണം, ഇങ്ങനെ എന്നിട്ട് തിരിച്ചു കിട്ടുമ്പോൾ തിരിച്ചു എടുക്കാൻ പറ്റില്ലെങ്കിൽ മുഖത്ത് വീഴും. സൂപ്പർമാൻ പുഷപ്പ് പെട്ടെന്ന് മറ്റേ ജഗതി പുഷപ്പോ പോസ്റ്റ് ചെയ്തിട്ടില്ലേ അത്? നമ്മൾ പോസ്റ്റ് കണ്ടിട്ടുണ്ട്, പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വർക്കൗട്ട് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോ സൂപ്പർമാൻ പുഷപ്പ് എടുത്ത് ഇവനിതിന് ഹരം പിടിച്ചു. ഡയറ്റ് ആണെങ്കിലും ഇവന് ഇതിനെ പറ്റിയിട്ട് ധാരണയില്ല, അതെങ്ങനെ ഇതെന്നുള്ളൂ. ആ ധാരണയൊക്കെ കിട്ടുന്ന ആ സമയത്താണ്. അപ്പോൾ നമ്മളുടെ പ്രതീക്ഷ എന്ന് വെച്ചാൽ കുറച്ച് കാലം സമയമെടുക്കും എന്നുള്ള ലൈനിലാണ് നമ്മള് പ്രോത്സാഹിപ്പിക്കണേ. സമയമെടുക്കും, കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ കോമ്പറ്റീഷൻ വെച്ചിട്ടാണ് നമ്മള് പ്രോത്സാഹിപ്പിച്ചു വിടുന്നത്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്നെ തല്ലുമാലയിൽ മറ്റേ ഫസ്റ്റ് ആ ലീനായിട്ടുള്ള ഗെറ്റപ്പിന് വണ്ണം കുറയ്ക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് ഇവനാ. എനിക്ക് കൊണ്ടുവരുന്ന ഭക്ഷണം പകുതി തിന്നും. പിന്നെ അങ്ങനെ എന്റെ പോർഷൻ കൺട്രോൾ സ്റ്റാർ ആയതുകൊണ്ട് എല്ലാ ഫുഡും അവിടെ എത്തും. നമുക്ക് അത് പോയി ചോദിക്കാൻ പറ്റൂലല്ലോ. എനിക്ക് മറ്റേത് വേണം, ജർജിൽ ലീഫ് എന്തായിരുന്നു ജർജിൽ ലീഫും ചിക്കൻ കഴിക്കേണ്ട ആവശ്യമുണ്ട്. ആ സ്റ്റാർ എന്തിനാണ് അതെന്ന് ചോദിക്കും. ഇതൊക്കെ അപ്പൊ ജർജിൽ ലീഫും ചിക്കൻ വിങ്സും ആണ് അളിയൻ കഴിച്ചോണ്ടിരുന്നത്. ഇത് എനിക്ക് പോയി ഒന്നും ചോദിക്കാൻ പറ്റൂല. അപ്പൊ പിന്നെ ഇവന്റെ ഒന്നും എടുക്കാന്നുള്ളതേ എനിക്ക് പറ്റുള്ളൂ. എനിക്ക് വരുന്നത് മറ്റേ സ്ഥിരം പുട്ട്, കടല, ഇടിയപ്പം, മറ്റേ തുറക്കുമ്പോ മണം വരും കഞ്ഞി, ഇതൊക്കെ തന്നെയാണ് എനിക്ക് വരുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഇവനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട വന്നു. അങ്ങനെ വന്നപ്പോ ഇവന്റെ വെയിറ്റ് കുറഞ്ഞു. നല്ലല്ലേ? എനിക്കാണെങ്കിൽ പരിധി വിട്ട് ചോദിക്കാനും പറ്റില്ല. എനിക്ക് 2 പോർഷൻ 4 പോർഷൻ എന്ന് ചോദിക്കാൻ പറ്റില്ല. കാരണം ഭാസ്കർ ഭായി ചെവിക്ക് കൊടുക്കും. ഇവനിത് അങ്ങനെ പ്ലാനോ പറഞ്ഞു വെച്ചിട്ടൊന്നുമല്ല. ഉച്ചയ്ക്ക് ഊണയിക്കണ നേരമൊക്കെ ആകുമ്പോഴത്തേക്കും പുള്ളി എന്തൊക്കെയുണ്ട് വന്നെടുത്ത് തിന്നു തുടങ്ങും. അതാണ് കുറച്ച് ജർജിലേക്ക് വരുമോ. അങ്ങനെ ഇത് കഴിഞ്ഞ് അങ്ങനെ ഡയറ്റിന്റെ കാര്യത്തിൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഇതൊക്കെ പഠിച്ച് പുള്ളി അതിലേക്ക് കയറി. അപ്പോഴും വർക്കൗട്ട് ചെയ്യാന്ന് വെച്ചാൽ പട്ടിണി കിടക്കണേക്കാളും ബുദ്ധിമുട്ടാണല്ലോ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. അതിലേക്ക് ഇവന്റെ ഹരം പിടിക്കും നമ്മൾ വിചാരിച്ചിട്ടില്ല. ഒരു ദിവസം വൈകുന്നേരം ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ആർക്കും വർക്കൗട്ട് ചെയ്യാൻ കൂടില്ല. നമ്മളെല്ലാരും കൂടെ എന്റെ റൂമിൽ വർക്കൗട്ട് ചെയ്യേണ്ടതാണ്.
എന്ന് പറഞ്ഞപ്പോ ഇവൻ നോ എനിക്ക് വർക്കൗട്ട് ചെയ്യണം. ഒരു കാര്യം നമ്മൾ ഏറ്റെടുത്താൽ പിന്നെ സീരിയസ് ആയിരിക്കും. ആ കൂട്ടത്തിൽ ഏറ്റവും അവസാനം വർക്കൗട്ട് തുടങ്ങിയ ആളാണ് ഇവൻ. നോ എനിക്ക് വർക്കൗട്ട് ചെയ്യണം. അപ്പൊ ഞങ്ങളെല്ലാവരും വേണ്ട കേസല്ലേ എന്തിനാണ് അത് പറഞ്ഞപ്പോഴത്തേക്ക് ഇവൻ ഇല്ല എനിക്ക് പോയാൽ പറ്റൂ. അപ്പൊ ഇവൻ അങ്ങനെ ഒരു വാശി വർക്കൗട്ട് ചെയ്യണം. അപ്പൊ ഞാൻ വേണ്ടാന്നും കൂടെ പറഞ്ഞോടെ രാത്രി എനിക്ക് തോന്നുന്നൊരു 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു എടാ ചെയ്യണേ വെച്ചാൽ പക്ഷെ 10 മണിക്ക് ശേഷം വർക്കൗട്ട് ചെയ്താൽ ഹാർട്ട് അറ്റാക്ക് വരും കേട്ടിട്ടില്ലേ അങ്ങനെയുണ്ടോ ഓ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഫോണും കൊണ്ട് വന്നേക്കണം. ഗൂഗിൾ അങ്ങനെയല്ലല്ലോ പറയണേ ടെക്നോളജി ഉള്ളപ്പോ ഇവന്റെ. അപ്പൊ ഞാൻ പിന്നെയും പറഞ്ഞു ഹാർട്ട് അറ്റാക്ക് വരില്ലായിരിക്കും, പക്ഷെ അത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന്റെ മുകളിൽ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ ഒരു മൂലക്കാണ് ഈ ജിമ്മ്. അപ്പൊ ഞാൻ പിന്നെ നെക്സ്റ്റ് ഇവൻ വീഴാൻ സാധ്യതയുള്ളതാണ്. ഹാർട്ട് അറ്റാക്ക് വരില്ലായിരിക്കും, പക്ഷെ അവിടെ പ്രേതം ഉണ്ടെന്നൊരു സംസാരമുണ്ട്. ഈ നമ്മളിപ്പോ ഈ ഹോട്ടലിരിക്കുന്ന സ്ഥലമില്ലേ അത് ഭയങ്കര പ്രശ്നമുള്ള സ്ഥലമായിരുന്നു. അവിടെ ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവിടെ ചെയ്യണമെങ്കിൽ ചെയ്തു ഒന്നാ ഞാൻ ചെയ്യണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്നിട്ട് ഞങ്ങള് പിന്നെയും വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇവനിപ്പോ റൂമിലേക്കൊക്കെ പോയി കുറച്ച് കഴിഞ്ഞപ്പോ ഞങ്ങൾ കാണുന്നത് എന്താ വെച്ചാല് ഇവൻ ട്രെഡ്മില്ലിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. ബാക്കിൽ മറ്റേ ബെഞ്ച് പ്രസ് ചെയ്യണ മറ്റേ ജിമ്മിലെ ബെഞ്ചില്ലേ അതിൽ ഇവന്റെ ഭാര്യ കിടന്ന് ഉറങ്ങുന്നു. കാര്യം അവള് ഒരു 9 മണിയൊക്കെ ആകുമ്പോ കിടന്ന് ഉറങ്ങണാണ്. ഇപ്പൊ അവൻ 5:30 അവളെ കുത്തിപ്പൊക്കി കൂട്ടുപിടിച്ചു കൊണ്ടുപോയിട്ട് അതായത് ആരെങ്കിലും വേണം പ്രേതം വന്നു കഴിഞ്ഞാലൊന്ന് കൂടെ നിൽക്കാൻ. ഞാൻ വിചാരിച്ചത് നീ തിരിച്ചു വന്നിട്ട് നേരെ ഒരു പ്രേതം വന്നാലും എനിക്ക് പേടിയില്ലടാ എന്റെ അച്ഛൻ ഒരു പള്ളിയിലച്ഛനാണ് എന്ന് പറയുന്ന ഞാൻ വിചാരിച്ചത്. ഇവന്റെ അച്ഛൻ പോലും പറയില്ലല്ലോ അങ്ങനെ. അച്ഛൻ പോലും പറയില്ല, അച്ഛനും ഓടും ആദ്യം. ആ കോൺഫിഡൻസ് നിങ്ങൾക്ക് പുള്ളി ഭയങ്കര അടിപൊളി മനുഷ്യനാണ്. ഇവന്റെ നല്ല കല്യാണത്തിന് മാത്രമേ കണ്ടിട്ടുള്ളൂ. നല്ല ക്വാളിറ്റീസ് എല്ലാം ഇവന്റെ ചിരി കിട്ടിയിട്ടുണ്ടോ? ഇല്ല ചിരിയല്ല, ഇവന്റെ ഈ ഹൈപ്പർ അങ്ങനത്തെ എനർജി ഉണ്ടല്ലോ, ആ എനർജി അല്ലേ അച്ഛന്റെ അല്ലേ? വേറൊരു അമ്മാവനില്ലേ ഒരു സാക്ഷാൽ എന്ന് വിളിക്കുന്ന ഒരു മൂപ്പര്, അത് വല്യപ്പൻ അമ്മയുടെ അച്ഛൻ. അമ്മയുടെ അച്ഛനാണല്ലേ സാക്ഷാൽ കുഞ്ഞുത്തമ്മൻ. സാക്ഷാൽ കുഞ്ഞുത്തോമൻ. മെയ് 14-ാം തീയതി അതിരടി ഇറങ്ങാൻ പോവുകയാണ്. അപ്പൊ ബാക്കി അടി നമുക്ക് എന്തായാലും തിയേറ്ററിൽ കാണാം. മാഡിവേഴ്സ് ആണ് നിങ്ങൾക്ക് ഈ പരിപാടി നമ്മുടെ സ്പോൺസർ ചെയ്യുന്നത്. ഞാൻ മേടിക്കൂല, ഞാൻ ഒരു പ്രാവശ്യം മേടിച്ചു. 2 എനിക്ക് അല്ലല്ല അത് പറഞ്ഞിട്ടുണ്ട്. 2 പേർക്കുള്ളതും ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. എന്റെ അടുത്ത് ആദ്യമേ തന്നെ മാഡിവേഴ്സിന്റെ ആൾക്കാർ വന്നു കഴിഞ്ഞ് പറഞ്ഞു ടൊവിയാണ് നമുക്കിത് ചെയ്തത്, ലോഞ്ച് ചെയ്തത് ടൊവിയായിരുന്നു. നിന്നെ ഒന്നും വിളിക്കാറില്ല പരിപാടി. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ഗിഫ്റ്റ് അപ്പൊ അവർക്ക് കൊടുക്കുന്ന ഒരു ഫ്രെയിം വേണം. ഞാൻ ഫ്രെയിം വെക്കാം, അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ഓൾറെഡി കിട്ടിയതല്ലേ ഗിഫ്റ്റ്, അപ്പൊ അത് കൊണ്ട് പിന്നെ ബാക്കി ഞാൻ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അതിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കട്ടെ എന്നിട്ട് നോക്കാം. ചോക്ലേറ്റ് അച്ചാർ പതിവ് പോലെ അച്ചാറുണ്ട്, അച്ചാറുണ്ട്, പീനട്ട് ബട്ടർ ഉണ്ടാവും. അത് വേറെടാ, അത് വേറെയാ. അത് വേറെ ഇവൻ തെറ്റിദ്ധരിച്ചിട്ട് പറയണേ. എന്തായാലും മുതലാളി എല്ലായിടത്തും പോയി ഹാമ്പർ മേടിക്കണേ ആർക്കും മനസ്സിലാവണില്ല. അച്ചാറിന്റെ വേറെ അത് വേറെയാ. എന്തായാലും മുതലാളി നേരിട്ട് വന്ന് തന്നിരിക്കുന്നത്. അപ്പൊ അത് കാരണം കൊണ്ട് മിക്കവാറും കനത്തിൽ എന്തെങ്കിലും ഉണ്ടാവും. അതാണ് എന്റെ പ്രതീക്ഷ. 3 ഉണ്ടോ 2 ഉണ്ടോ എന്ന് നോക്കാം. എന്തായാലും ഹാമ്പർ 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 ഉണ്ടേ. മാഡിവേഴ്സിന്റെ സമ്മാനമാണ് കിട്ടിയിരിക്കുന്നത്, ഗിഫ്റ്റ് ഹാമ്പറാണ് കിട്ടിയിരിക്കുന്നത്. അല്ല ഞാൻ മാഡിവേഴ്സിൽ ലോഞ്ച് ചെയ്തത് ഇത് മറ്റേ നമ്മൾ പണ്ട് പോകൂല് അതേപോലത്തെ ഒരു ഐറ്റം ആണ്. നീയൊക്കെ എൻജോയ് ചെയ്യും. 17-ാം തീയതി ഞാനിത് കഴിഞ്ഞിട്ട് ഞാൻ ആ സമയത്ത് സ്ഥലത്തുണ്ടാവില്ല ഈ റിലീസിന്. എനിക്ക് ഭയങ്കര ഫോം അടിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇവരോട് ചോദിച്ചു കുറച്ച് ദിവസം ആ സെറ്റ് നിലനിർത്താൻ പോകും. അതായത് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ശരിക്കും മറ്റേ ഒന്ന് ചാടണ പരിപാടി. പക്ഷെ ഇതെന്ന് വെച്ചാൽ എനിക്കത് പക്ഷെ ആൾക്കാരൊന്നും ഇല്ലാണ്ട് എനിക്കതിനെ ആസ്വദിച്ച് വെള്ളത്തിൽ വീഴുമ്പോ വീഴാനും മറ്റേ സാധനത്തിന്റെ മുഖത്തടിച്ച് വീഴാനും ഒക്കെ പറ്റണം. റീല് മേടിച്ചിട്ടാണ് നമുക്കത് പോകാൻ പറ്റാത്ത. ടൊവിനോ തോമസ് ടൊവിനോ തോമസ് ഇയാൾ മിന്നൽ മുള്ളി അല്ല ശരിക്കുമുള്ള ജീവിതത്തിൽ മൂക്കുമുത്തി വീഴുന്ന ടൊവിനോ തോമസ്. ഇപ്പൊ അങ്ങനെയൊന്നുമല്ല, ക്യാപ്ഷൻ വേറെ. ഇപ്പോഴത്തെ ക്യാപ്ഷൻ മറ്റേ മൂക്കൊണ്ട് നടന്നു പോകുന്ന ടൊവിനോ അങ്ങനത്തെ ക്യാപ്ഷനാണ് ഇപ്പൊ. ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. പിഷു പറഞ്ഞാണ് പിഷാരടി. അല്ലല്ല മിന്നൽ മുരളിയുടെ ഷൂട്ടാണ് കേട്ടോ. മിന്നൽ മുരളിയുടെ ഷൂട്ട്, മിന്നൽ മുരളിയുടെ പാച്ച് ഷൂട്ട്. അതായത് പോലീസ് സ്റ്റേഷനിൽ ഇവൻ മറ്റേ കാസറ്റ് എടുക്കാൻ വേണ്ടിട്ട് വരുന്ന സീക്വൻസ്. അപ്പൊ മറ്റേ തോർത്ത് മറ്റേ മുണ്ട് ഇട്ടിട്ട് മറ്റേ മാസ്ക് ചെയ്തിട്ടാ വന്നിരിക്കുന്നത്. മുണ്ടൊക്കെ മറ്റേ ആ സാധനം ലുങ്കി കൊടുത്തിട്ടുള്ള ദാറ്റ് സൂപ്പർ ഹീറോ മൊമെന്റ്. അപ്പൊ പോലീസ് സ്റ്റേഷന്റെ മറ്റേ ഇവിടുന്ന് ചാടി വന്ന് പോലീസുകാരനെ ഇടിച്ചിട്ട് ഈ സാധനം എടുത്തോണ്ട് പോകുന്നു. അപ്പൊ ഇത് പോലീസ് സ്റ്റേഷൻ ഇന്ത്യയിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് തൊടുപുഴയിലാണ്. ബാക്കി കുറെ എല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞത് കോവിഡിന്റെ ഇടയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. കോവിഡ് കഴിഞ്ഞ് ലോക്ക്ഡൌൺ റെസ്ട്രിക്ഷൻസിലൊക്കെ വെച്ച് കുറച്ച് പേർക്ക് മാത്രം ഷൂട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ പോലെ വിത്ത് മറ്റേ വാക്സിൻ മറ്റേ സർട്ടിഫിക്കറ്റ് ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ
എന്താ ഇതില്ല കോവിഡ് ഇല്ല എന്നുള്ള അതിനെന്തായാലും പറയാ ടെസ്റ്റ് ഒക്കെ എടുത്തിട്ട് എന്ത് ടെസ്റ്റ് ആയിരുന്നു എന്തോ ടെസ്റ്റ് നെഗറ്റീവ് ആണോ? ആ നെഗറ്റീവ് കോവിഡ് ടെസ്റ്റ് 50 പേർക്ക് ഷൂട്ട് ചെയ്യാം. അത് തന്നെ കോവിഡ് ടെസ്റ്റ് അല്ല ഈ റൂഫ് ടോപ്പ് ബാർ എവിടെയാ? റൂഫ് ടോപ്പില്ല. കോവിഡ് ടെസ്റ്റ്. ഓക്കെ ഗൈസ്, എന്തോ നല്ലതാ പറയാൻ പറ്റുന്ന തോന്നുന്നു. അല്ല ആന്റിജൻ ടെസ്റ്റും പിന്നെ മറ്റേ ഒരു ടെസ്റ്റും ഇല്ലായിരുന്നു. Swab test. സ്വാബ് ഒന്നല്ല, Okay, okay. സ്വാബ് ഒന്നല്ല, പോട്ടെ, ആന്റിജൻ പോട്ടെ. മറ്റേത് കൂടിയത് മറ്റേത്, ആന്റിജൻ മറ്റേത്, അതൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ആ, കാര്യങ്ങൾ. അപ്പൊ താൻ അത് അത്രയും ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഇതില്ല എന്നുള്ള സർട്ടിഫിക്കറ്റും വാക്സിനൊക്കെ എടുത്തിട്ട് വന്നിട്ട് അവിടെ നിന്ന് 50 പേർക്ക് ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞ പോലത്തെ ഒരു സെറ്റപ്പ്. അപ്പൊ നമ്മളൊരു ഇതിന്റെ അകത്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക, തൊടുപുഴ ഒരു ഇന്റീരിയർ, ഇതിന്റെ അകത്താണെങ്കിൽ പോലീസ് സ്റ്റേഷൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് അവിടെ പ്രശ്നമായി, സെയിങ് നമ്മൾ ഷൂട്ടിംഗ് നടത്തുന്നു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആൾക്കാരൊക്കെ വന്നിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നു. മറ്റേ ഷട്ടറിലൊക്കെ വന്ന് ഇവിടെ സൂപ്പർ ഹീറോ ഒന്ന് ലാൻഡിങ് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുക, പുറത്തപ്പോൾ ഡും 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 എന്ന് വെച്ചാൽ തുറക്ക് ഗോ ബാക്ക് എന്നൊക്കെ പറഞ്ഞു. അയ്യോ പെട്ടെന്ന് ഈ ഷോട്ട് ഒക്കെ എടുത്തിട്ട് പോവാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. നമ്മൾ അവസാനം ഷോട്ട് എടുക്കുന്നു, പോകുന്ന വഴിക്ക് അപ്പൊ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല, ബാക്കിത്തെ ഡോർ വഴി പോകണം. അപ്പൊ ഇവൻ മറ്റേ ഈ മുണ്ടൊക്കെ ഇട്ടിട്ടാണല്ലോ, അപ്പൊ ഇവൻ ബാക്കിത്തെ ഡോറിന്ന് ഇറങ്ങി ഈ ലുങ്കിയൊക്കെ കൊടുത്ത് മുണ്ടൊക്കെ എടുത്ത് സൂപ്പർ ഹീറോ കോസ്റ്റ്യൂമിൽ ഇങ്ങനെ അതിലേക്ക് ഇറങ്ങിപ്പോയി. അത് ഏതോ ഒരു വീഡിയോയില് അത് പതിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ക്യാപ്ഷൻ ആയിട്ട് വന്നിരിക്കുന്നത് മറ്റേ ഷൂട്ടിങ് മറ്റേ കോവിഡിന്റെ ഇടയിൽ ഷൂട്ട് ചെയ്തു, അനധികൃതമായി ഷൂട്ട് ചെയ്തു, ടൊവിനോ തോമസ് തലയിൽ മുണ്ടിട്ട് ഓടിപ്പോകുന്ന ടൊവിനോ തോമസ്. ഇതിന്റെ പാരലൽ സബ്പ്ലോട്ട് നടക്കുന്നുണ്ട്. അതായത് ഞാനും ഇവനും കൂടെയാണ് അവിടെ രക്ഷപ്പെട്ടു പോകുന്നത്, ഞാൻ ഈ തലവഴി മുന്നിട്ട് പോകുന്നു എന്നുള്ള ഈ വിഷ്വൽ ക്യാപ്ചർ ചെയ്യാനായിട്ട്. അപ്പൊ ഇവനും ഞാനും മീഡിയക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകണം എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനിങ്ങോട്ട് ക്രോസ് ചെയ്ത് പോയി, മീഡിയക്കാർ തൊട്ടടുത്തെത്തി. അപ്പൊ ബേസിൽ നിൽക്കുമ്പോഴത്തേക്കും മീഡിയക്കാർ ഇവനെ കാണാതെ ചേട്ടാ മീഡിയ ഞാനിത് പ്രതീക്ഷിച്ചതല്ലേ നിൽക്കുന്നത്. അവന്റെ പുറകെ പോയായിരുന്നു മുണ്ടിട്ട് ഓടിയ. ഇൻട്രസ്റ്റിംഗ് ക്യാപ്ഷൻ തന്നെയാണല്ലോ, തലവഴി മുണ്ടിട്ടാണല്ലോ പോണത്. അത് കൊള്ളാൻ പരിപാടി. കഴിഞ്ഞിട്ടില്ല രാമ, ഒന്നുകൂടുണ്ട് ബാക്കി.